വർഷം മുതൽ 28 വർഷം വരെ പ്രായമുള്ള 100-ലേറെ മരങ്ങൾ. ഇവയ്ക്ക് 5.5 ഏക്കർ സ്ഥലം വേണ്ടിടത്താണ് പ്രദീപ് ശർമ്മ തൻ്റെ 9.5 സെന്റിൽ വീട് കഴിഞ്ഞുള്ള ബാക്കി സ്ഥലത്ത് ചെടികൾക്ക് വാസം കണ്ടെത്തിയത്. കൃഷിയോടുള്ള താല്പര്യമാണ് പ്രദീപിനെ ബോൺസായിലേക്ക് അടുപ്പിച്ചത്. മരങ്ങൾ കണ്ടെത്തി പ്രദീപ് തന്നെയാണ് ബോൺസായി ആക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളിലൊന്നായ ആഫ്രിക്കൻ ഇനം ബോബാബും ഹോളിഹോക്കുമാണ് ഇവിടുത്തെ പ്രധാന താരം. തൃശ്ശൂർ പൂരത്തിന് എക്സിബിഷനൊക്കെ പോയപ്പോൾ അവിടെ ബോൺസായി ചെടികൾ കണ്ടിട്ടാണ് ആദ്യം നമ്മളൊരു ബോൺസായി എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ഒരു കലയാണ് ശരിക്കും ബോൺസായി എന്ന് പറഞ്ഞൊരു കലയാണ്. അപ്പോൾ ഈ ചെടികളെല്ലാം നമ്മൾ താഴ്ത്തു വയ്ക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 10 ഏക്കർ സ്ഥലം വേണം. ക്ഷേത്രങ്ങളുടെ ഫ്രണ്ടിലും ഒക്കെ പേരാലോ അറിയാലോ കാണാം. അതൊരു 3, 4, 5 സെൻറ്റ് സ്ഥലത്ത് കവർ ചെയ്തിട്ടാണ് ആ ഒരു മരം നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ കൂടുതൽ പ്രകൃതിയോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെടികൾ വേണം എന്നുള്ളൊരു ഇത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത് പോട്ടിൽ വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ചെറിയൊരു പോട്ടിൽ നമ്മളൊരു വൻ വൃക്ഷം റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് അത്രയും ഏരിയ വേണ്ട. കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഇന്ത്യ അല്ലാണ്ട് വിദേശിയായിട്ടുള്ള ചൈനയുടെ ഉണ്ട്, അതുപോലെ ആഫ്രിക്കയുടെ, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ബോബാബ് ആഫ്രിക്കയാണ്. 2 അടി മാത്രം വലിപ്പമുള്ള പുളിമരം. ഇതിൻ്റെ പ്രായമാകട്ടെ 28. 15 ഇനത്തിൽപ്പെട്ട ആൽമരങ്ങൾ. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മരങ്ങൾ പ്രദീപിൻ്റെ വീട്ടിൽ കണ്ടെത്താം. ബാക്കി ബോബാബ്, പുളി, ഇതെല്ലാം ഒരുവിധം പ്രായം 20, 25, 30 വർഷം പ്രായമുള്ള ചെടികളാണ് അതൊക്കെ. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സ്ട്രെബുലസ് ആസ്പർ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അതുണ്ട്. പിന്നെ മുരായ പാനിക്കുലാറ്റ എന്ന് പറഞ്ഞാൽ മരമുല്ല. ഈ ബോൺസായിക്ക് എന്ന് പറഞ്ഞാൽ 10-12 ദിവസം കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോൾ അതിനെ മസ്റ്റായിട്ടും വളം ചെയ്യണം. വേനൽക്കാലത്ത് വെച്ച് മാർച്ച്, ഏപ്രിൽ സമയങ്ങളിൽ നല്ല വേനലായിരിക്കും. 2 നേരം നനച്ചാലേ ഇത് സർവൈവ് ചെയ്ത് പോരുള്ളൂ. അല്ലെങ്കിൽ പ്ലാന്റ് കംപ്ലീറ്റ് ഉണങ്ങിപ്പോവും. ഒരു ബോൺസായി മരം പാകമാകാൻ കുറഞ്ഞത് 7 വർഷം വരെ വേണം. വിപണിയിൽ മികച്ച വിലയാണ് ബോൺസായി മരങ്ങൾക്കുള്ളതെങ്കിലും ഒന്നുപോലും വിൽക്കാൻ പ്രദീപ് തയ്യാറല്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.